വർണ്ണാശ്രമ അധർമ്മത്തിനെതിരെ ശ്രീനാരായണ മാനവധർമ്മം കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചെറായി സഹോദരൻ സ്മാരകത്തിൽ വർണ്ണം, ജാതി, സമുദായം, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം എന്ന സെമിനാർ ന്യൂവാൽസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി മോഹൻ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, ഡോക്ടർ അമൽ സി രാജൻ, ബാബുരാജ് ഭഗവതി, ഡോക്ടർ എ കെ വാസു, ഡോക്ടർ എ കെ ആദർശ, പി കെ സാദിഖ്, പിന്നോക്ക വികസന വകുപ്പ് മുൻ ഡയറക്ടർ വി ആർ ജോഷി, സുദേശം രഘു, വി ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മാള ശ്രീനാരായണ ഗുരുധർമ്മം ട്രസ്റ്റിൻ്റെ ജ്ഞാനോത്സവം 2023 സുവനീർ ട്രസ്റ്റ് സെക്രട്ടറി പി കെ സാബുവിന് കോപ്പി നൽകി ഡോക്ടർ ജി മോഹൻ ഗോപാൽ പ്രകാശനം ചെയ്തു. മാനവധർമ്മം, ഈ വാക്കിൻ്റെ അർത്ഥം നമ്മൾക്ക് ആദ്യമായി പറഞ്ഞു തന്നത്, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തന്നത് ശ്രീ മോഹൻ ഗോപാൽ സാറാണ്. നമ്മുടെ ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ആളുകളെ ആകുന്നുള്ളൂ എങ്കിലും വളരെയേറെ ഒരു സ്വാധീനം സമൂഹത്തിൽ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മറ്റുള്ളവരുടെ വിലയിരുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് ഒരു നിയമപരമായ ഒരു അടിത്തറ വേണമെന്ന് ശ്രീ മോഹൻ ഗോപാൽ സാറ് സജസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീനാരായണ മാനവധർമ്മം ഒരു ചെറിയ ട്രസ്റ്റായിട്ട് രൂപീകരിക്കണമെന്നുള്ളൊരു അഭിപ്രായം ആദ്യമായി വന്നത്. അതിനായി അദ്ദേഹം തന്നെ നമുക്ക് ഒരു 5000 രൂപ ഈ ട്രസ്റ്റിൻ്റെ ഇനീഷ്യലായിട്ടുള്ള ഒരു രൂപീകരണത്തിന് വേണ്ടി സംഭാവന ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രസ്റ്റ് ഡീഡ് നമ്മൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ സ്വയം തയ്യാറാക്കിയ ട്രസ്റ്റ് ഡീഡാണ്. ആ ഡീഡിൽ അദ്ദേഹം പ്രതിപാദിക്കുന്ന ആശയങ്ങളും ഗുരുവിൻ്റെ ആശയങ്ങളുടെ പ്രചരണവുമാണ് മുഖ്യമായും ഉദ്ദേശിക്കുന്നത്. അതിലേക്കായി അദ്ദേഹം 3 പേരെ ഇനീഷ്യലായിട്ട് കോഓപ്റ്റ് ചെയ്ത് ട്രസ്റ്റിൻ്റെ ഭാഗമാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആശയപ്രകാരം തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ആൾ വി ആർ ജോഷി സാറാണ്. രണ്ടാമത്തെ പേര് അദ്ദേഹം എൻ്റെ പേരാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൂന്നാമതായി സുദേശം രഘു. ഈ 3 പേരാണ് അദ്ദേഹം ഇപ്പോൾ നോമിനേറ്റ് ചെയ്ത ഈ ട്രസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീടുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് ശേഷം കൂടുതൽ മെമ്പർമാരെ മാനേജിംഗ് ട്രസ്റ്റി സ്ഥാനത്തേക്കും മറ്റ് മെമ്പേഴ്സിൽ സ്ഥാനത്തേക്കും നിർദ്ദേശിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിൻ്റെ ഒരു ഔപചാരികമായ ഒരു ഡിക്ലറേഷൻ എന്ന നിലയിൽ മാത്രമാണ് ഞാനിവിടെ ഈ ട്രസ്റ്റിൻ്റെ പേരും അതിലിപ്പോൾ താൽക്കാലികമായി ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരും പറഞ്ഞത്. നമ്മളുടെ ട്രസ്റ്റിൻ്റെ പേര് ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് എന്നായിരിക്കും. എല്ലാവരുടെയും സഹായവും അനുഗ്രഹാശിസ്സുകളും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അതിൻ്റെ ഒറിജിനൽ ട്രസ്റ്റ് ഡീഡും മിനിറ്റ്സ് ബുക്കും ഏറ്റുവാങ്ങുന്നതിന് ശ്രീ സുദേശം രഘുവിനെ ക്ഷണിക്കുന്നു. ഈ ഗുരുദേവൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഒരു തണലിലാണ് നമ്മൾ ഇരിക്കുന്നത്. വെറും ഈ വൃക്ഷത്തിൻ്റെ മാത്രമല്ല, അവർ ഇരുന്ന് കണ്ട വൃക്ഷങ്ങളാണ്. അവരുടെ സങ്കല്പങ്ങളും ആദർശങ്ങളും അതിൻ്റെ തണലിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്യാൻ, അതിനെ പാസ് ഓൺ ചെയ്യാനാണ് നമ്മുടെ കടമ. അത് മറക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഈ മാനവധർമ്മം കൂട്ടായ്മ എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചെറുതായിട്ട് ഒരു വിശദീകരണം തരാനാണ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ശ്രീ ജോഷിയും ശ്രീ സുദേശും ശ്രീ രാജേഷും പറഞ്ഞതുപോലെ നമ്മൾ ശ്രമിക്കുന്നത് ഗുരുദേവൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും സങ്കല്പങ്ങളും ആദർശങ്ങളും
അവരുടെ തന്നെ ഡയറക്റ്റ്ലി അവരുടെ വാക്കുകൾ ഉപയോഗിച്ച് അതിനെ വ്യാഖ്യാനിക്കാതെ വിശദീകരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു വളരെ ആവശ്യം തോന്നി. കാരണം ഗുരുവിൻ്റെ സന്ദേശമായാലും സഹോദരൻ്റെ സന്ദേശമായാലും അതിനെ വളച്ചൊടിച്ച് അവർ എന്തിനു വേണ്ടി അവർ പോരാടി അതിന് എതിരായിട്ടുള്ള ആദർശങ്ങൾക്ക് വേണ്ടി അവരുടെ പേരും അവരുടെ വാക്കുകളും ഉപയോഗപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഗുരു എന്തു പറഞ്ഞു, സഹോദരൻ എന്തു പറഞ്ഞു എന്ന് നമ്മൾ നേരിട്ട് വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഞങ്ങൾ ഒരിടത്ത് വായിച്ചു, ഗുരു എഴുതിയ ഒരു പാസേജ് വ്യാഖ്യാനിക്കണം എന്നൊരാൾ പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, വ്യാഖ്യാനം വേണ്ട, വായിക്കണം എന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ ആ മെസ്സേജാണ് നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും അത് ഗുരുവിൻ്റെ ഒരു ആജ്ഞ നമ്മൾ അനുസരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വായിക്കണം എന്ന് ഗുരു പറഞ്ഞു, നമ്മളിപ്പോൾ വായിക്കാൻ ശ്രമിക്കുകയാണ്. വായിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ വിധത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഗുരുവിൻ്റെ വാക്കുകൾ വളരെ 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 ആഴത്തിൽ, വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ വലിയ ആശയങ്ങളാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അത് പല പ്രാവശ്യവും ഓരോ വാക്ക് വായിച്ചാലും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൽ കൂടുതൽ ആഴത്തിൽ അർത്ഥം മനസ്സിലാക്കാൻ ഒക്കുന്നു എന്ന് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നു. അപ്പം ആദ്യത്തെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പാംഫ്ലെറ്റ് ഉണ്ടാക്കി തന്നത്. ഇതിൽ ഒരു സൈഡിൽ ഗുരുവചനമുണ്ട്, ഈ വിഷയത്തിനെ കുറിച്ച്, ജാതി, വർണ്ണം, സമുദായം, അതിനെക്കുറിച്ച് ഗുരു പറഞ്ഞ ചില നിർണായകമായിട്ടുള്ള ഗുരുവചനമുണ്ട്. മറ്റേ സൈഡിൽ ഞങ്ങൾ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത് എന്നുമുണ്ട്. അപ്പം ഈ വിശദീകരണം വായിച്ചില്ലെങ്കിലും തീർച്ചയായിട്ടും ഗുരുവിൻ്റെ വചനം വീണ്ടും വായിക്കണം. നമുക്കറിയാം ഗുരു എന്താണ് പറഞ്ഞതെന്ന് അറിയാമെന്ന് നമ്മളൊരു വിചാരിക്കരുത്. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും വീണ്ടും വായിക്കുമ്പോഴും അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്ന പുതിയ വിധത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതും പിന്നെ ഈ നമ്മുടെ മാനവധർമ്മത്തിനെ കുറിച്ചുള്ള വിവരണവും അതും ഗുരുവിൻ്റെ വാക്കുകളാണ്, സങ്കല്പങ്ങളാണ് അതിലുള്ളത്. ഇത് രണ്ടും നിങ്ങൾക്ക് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളുടെ ഫോക്കസ് ഈ മനുഷ്യനും തമ്മിലുള്ള സംഘർഷമാണ് നമ്മുടെ ഫോക്കസ്. ആദ്യം എത്രയോ നൂറ്റാണ്ടുകളായി മനുഷ്യൻ മൃഗങ്ങളുമായി യുദ്ധം ചെയ്തു സർവൈവ് ചെയ്യാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി, സർവൈവ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത് മൃഗങ്ങളുമായിട്ട് നമുക്ക് നേരിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരെങ്കിലുമൊക്കെ ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെയൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് കൊന്ന് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യാത്ത മൃഗങ്ങളെയും ചെടികളെയും എല്ലാം മാനേജ് ചെയ്ത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ആഹാരം കൊണ്ട് തരുന്നു. അപ്പം നമുക്ക് മൃഗങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട, സർവൈവ് ചെയ്യാൻ. പക്ഷേ മനുഷ്യനിപ്പം മനുഷ്യൻ്റെ എതിരെ ഫൈറ്റ് ചെയ്യാണ്. അതാണ് ഏറ്റവും വലിയ, വേറെ ഒരു സ്പീഷീസും ഇല്ല ഇത്ര വലിയ തോതിൽ. നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, പക്ഷേ ഈ രാജ്യത്ത് വലിയ കലാപങ്ങൾ നടക്കുകയാണ്. വലിയൊരു സിവിൽ വാറിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അത് തൊട്ടടുത്ത് നോക്കിയാൽ പാകിസ്ഥാൻ മുതൽ ഇറാഖ് മുതൽ സിറിയ മുതൽ വലിയ കലാപങ്ങളിൽ പെട്ടുകിടക്കുകയാണ് ആ രാജ്യങ്ങൾ. ബഗ്ദാദിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ദൂരവും ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരവും ഒരേ ദൂരമാണ്. ഡൽഹിയിൽ നിന്ന് കാബൂളിലേക്കുള്ള ദൂരവും ഡൽഹിയിൽ നിന്ന് നാഗ്പൂരിലുള്ള ദൂരമേ ഉള്ളൂ. നമ്മുടെ അത്ര അടുത്ത് വലിയ കലാപങ്ങൾ നടക്കുകയാണ്. മനുഷ്യരെ കൊല്ലുകയാണ്. ഗാസയിൽ വലിയ തോതിൽ നടക്കുന്നു, മണിപ്പൂരിൽ നടക്കുന്നു. ഇവിടെ വലിയ തോതിൽ ജാതി ഭേദവും മതദ്വേഷവും വളർന്നു വരികയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഗുരുവിൽ നിന്ന് മാത്രമേ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നുള്ളൂ, ഒരു അഡ്വൈസ് കിട്ടുന്നുള്ളൂ. അത് ഗുരു പറയുന്നത്, ഞാൻ ഇപ്പം ഗുരുവിൻ്റെ വാക്കുകൾ നിന്നും പെട്ടെന്നൊന്ന് വായിക്കാം. നമ്മൾ തുടക്കത്തിൽ ഇത് മനസ്സിലാക്കേണ്ടതാണ്. സനാതനമായ ഏതെങ്കിലും ഒരു ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ
യാതൊരു മതത്തിനും നിലനിൽക്കുവാൻ കഴിയുന്നതല്ല. ഗുരുവിൻ്റെ വാക്കുകളാണ്. സാഹോദര്യത്തിന് മുഹമ്മദ് മതവും സ്നേഹത്തിന് ക്രിസ്തു മതവും മുഖ്യത കൽപ്പിക്കുന്നു. എന്നാൽ സാഹോദര്യം സ്നേഹം സാഹോദര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നറിയാതെ സാഹോദര്യമാണ് ശ്രേഷ്ഠം, അല്ല സ്നേഹമാണ് ശ്രേഷ്ഠം എന്ന് വിവാദമുണ്ടാകുന്നു എങ്കിൽ അതിനെ വ്യഥാവിവാദം എന്നല്ലാതെ പറയാൻ തരമുണ്ടോ? സനാതനധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ്. ഗുരു പറയാണ്, സനാതനധർമ്മങ്ങൾ, അതിനെ ഒരു സനാതനധർമ്മമേ ഉള്ളൂ എന്ന് സംക്ഷിപ്തപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സനാതനധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഏതെങ്കിലും ഒരു സനാതന മൂല്യമോ ധർമ്മമാണോ എന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ മതങ്ങളും അവരുടെ മൂല്യങ്ങളെയും ധർമ്മങ്ങളെയും സനാതനമായിട്ടാണ് കാണുന്നത്. ഇസ്ലാം ഒരു സനാതന ധർമ്മമാണ്, ഈ ക്രിസ്ത്യാനിറ്റി ഒരു സനാതന ധർമ്മമാണ്, ബുദ്ധിസം ഒരു സനാതന ധർമ്മമാണ്, സിഖിസം സനാതന ധർമ്മമാണ്, ജൈനിസം സനാതന ധർമ്മമാണ്. അപ്പോൾ അങ്ങനെ സനാതന ധർമ്മങ്ങൾ തുല്യ പ്രധാനങ്ങളാണെന്ന് ഗുരു പറയുന്നു. ദേശകാല അവസ്ഥകളാൽ നേരിടുന്ന ആവശ്യങ്ങൾ അനുസരിച്ച് അവയിൽ ഏതെങ്കിലും ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും. ദേശകാല അവസ്ഥകൾ അനുസരിച്ച് ഏതെങ്കിലും ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ട ആവശ്യമായി വരും. ഹിംസ കലശലായിരിക്കുന്ന ദേശങ്ങളിൽ അഹിംസാധർമ്മത്തിന് ജഗൽ ഗുരുക്കന്മാർ മറ്റു ധർമ്മങ്ങളെക്കാൾ മുഖ്യത കൽപ്പിക്കും. ബുദ്ധൻ്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു, അതിനാൽ അഹിംസാധർമ്മത്തിന് ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു. നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിന് മുഖ്യത കാണുന്നു. എന്നിട്ട് ഗുരു വളരെ വളരെ സുപ്രധാനമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് 100 വർഷം മുമ്പ്. ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ്? ഇന്ത്യയുടെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ ആവശ്യം എന്താണെന്നല്ല, കേരളത്തിൻ്റെ ആവശ്യം എന്താണെന്നല്ല, ഭാരതത്തിൻ്റെ ആവശ്യം എന്താണെന്നല്ല, ഇന്ത്യയുടെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗുരു ചിന്തിക്കുന്നത് ഒരു യുഗപുരുഷനായിട്ടാണ്. ബുദ്ധൻ, നബി, യേശു എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു ചോദിക്കുകയാണ് ഇന്ത്യക്ക് എന്താണ് ആവശ്യം. അതായത് ബുദ്ധൻ മുന്നോട്ട് വെച്ചതുപോലെ, നബി മുന്നോട്ട് വെച്ചതുപോലെ, യേശു ക്രിസ്തു മുന്നോട്ട് വെച്ചതുപോലെ ഇന്ന് ഇന്ത്യക്ക് നമ്മൾ ആ ലെവലിൽ ജഗദ്ഗുരുവായ ശ്രീനാരായണ ഗുരു എന്താണ് മുന്നോട്ട് വെക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഉത്തരം അദ്ദേഹം നമുക്ക് തരികയാണ്. ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്നും വിമോചനം. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. 1925 അദ്ദേഹം മുൻകണ്ടു. ഇന്ത്യക്ക് വരുന്ന ഏറ്റവും വലിയ ആപത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷം, മത്സരം ആണ്. അത് കഴിഞ്ഞ് 22 ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വിഭജിക്കപ്പെടുന്നത്. മതത്തിൻ്റെ പേരിൽ പതിനായിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇന്നും അത് തുടരുകയാണ്, അത് കൂടുതൽ മൂർച്ഛിച്ചു വരികയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇന്ന് ഇന്ത്യയുടെ ആവശ്യം ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷം അവസാനിപ്പിക്കണം, അതിൽ നിന്ന് മോചനം വേണം. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മതസൗഹാർദ്ദം ഉണ്ടാക്കണം. ഇത് ഇല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ ആപത്താണെന്ന് ഗുരു കണ്ടു. ഗുരു ഇതിനൊരു സൊല്യൂഷൻ തന്നു. ആ സൊല്യൂഷനാണ് മാനവധർമ്മം. അതെങ്ങനെയാണ്? മാനവധർമ്മം എന്താണ്? മാനവധർമ്മം എന്ന് വെച്ചാൽ നമ്മൾ 2 ആസ്പെക്ട്സ് കാണണം. എനിക്ക് എൻ്റെ മതവിശ്വാസം എന്താണ്, അതൊരു ആസ്പെക്റ്റ്. ഇപ്പം ഞാൻ ക്രിസ്ത്യൻ ആണെങ്കിൽ ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നു, ഞാൻ മുസ്ലിം ആണെങ്കിൽ ഞാൻ ഖുറാനിൽ വിശ്വസിക്കുന്നു, വിശുദ്ധ ഖുറാനിൽ വിശ്വസിക്കുന്നു, നബി എന്ന് വിശ്വസിക്കുന്നു. അതെൻ്റെ വിശ്വാസമാണ്. മറ്റൊരു ആസ്പെക്റ്റ് ഉള്ളത്, എൻ്റെ വിശ്വാസം എന്തായാലും അത് നിലനിർത്തിക്കൊണ്ട്, ചിലർ പറയും എല്ലാ വിശ്വാസങ്ങളും ഒന്നാകണം, എല്ലാവരും അദ്വൈതത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഇസ്ലാമിൽ വിശ്വസിക്കണം, ബുദ്ധിസത്തിൽ വിശ്വസിക്കണം, എന്നാൽ പിന്നെ മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഗുരു അങ്ങനെയല്ല പറയുന്നത്. ഗുരു പറയുന്നത് ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൽ നിലനിൽക്കണം. അത് അവരുടെ വിശ്വാസമാണ്, അവരുടെ മതമാണ്. ഗുരു പറയുന്ന മതം അഭിപ്രായമാണ്, അവരുടെ അഭിപ്രായമാണ്. അത് നിലനിർത്തണം. പക്ഷെ അത് നിലനിർത്തുമ്പോൾ
ഈ സംഘർഷം ഉണ്ടാവുന്നത് എൻ്റെ വിശ്വാസത്തിൽ നിന്നല്ല. ഞാൻ മറ്റ് മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളോട് എൻ്റെ സമീപനം എന്താണ്, അതിൽ നിന്നാണ് സംഘർഷം ഉണ്ടാവുന്നത്. മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളോടുള്ള സമീപനം എന്തായിരിക്കണം, അതിൽ നിന്നാണ് സംഘർഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഗുരുദേവൻ അതിനെ പ്രശ്നവൽക്കരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങളൊരു അദ്വൈത മതത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങളൊരു മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളോട് എന്തായിരിക്കണം നിങ്ങളുടെ സമീപനം? നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു, അദ്വൈതത്തിൽ വിശ്വസിക്കുന്ന ആളോട് നിങ്ങളുടെ സമീപനം എന്തായിരിക്കണം? ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളോട് നിങ്ങളുടെ സമീപനം എന്തായിരിക്കണം? ഇതാണ് ഗുരുദേവൻ പ്രശ്നവൽക്കരിക്കുന്നത്. മാനവധർമ്മം എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും മറ്റ് മതങ്ങളോ എങ്ങനെ സമീപിക്കണം എന്നുള്ള ഒരു ധർമ്മമാണ് മാനവധർമ്മം. സ്വന്തം വിശ്വാസം എന്തായിരിക്കണം എന്നുള്ളതല്ല. ഇതിനെക്കുറിച്ച് ആഴത്തിൽ ആലോചിച്ച് അതിലേക്ക് ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല. ഞാനിത് ശിവഗിരിയിലും സംസാരിച്ചു. ഏറ്റവും ബഹുമാന്യനായ സച്ചിദാനന്ദ സ്വാമിയുടെയും മറ്റ് സ്വാമികളുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു, ഗുരു 10 പോയിന്റ് നമുക്ക് തരുന്നു, എങ്ങനെയാണ് മറ്റ് മതങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നെക്കുറിച്ച്. ആധ്യാത്മികമായി നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി, മതസംഘർഷമില്ലാതാക്കാൻ വേണ്ടി, ഇത്രയും മതവൈവിധ്യമുള്ള ഇന്ത്യയിൽ നമ്മൾ എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഗുരു തരും. അതാണ് മാനവധർമ്മം. ആ മാനവധർമ്മത്തിന് 10 പദങ്ങളുണ്ട്, 10 സ്റ്റെപ്സ് ഉണ്ട്. അതിനാണ്ട് ഞങ്ങൾ പറയുന്നത് ദശപഥ മാർഗം എന്നാണ് ഗുരു നമുക്ക് തരുന്നത്. ദശപഥ മാർഗം. മറ്റ് മതങ്ങളെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇത് എല്ലാ മതങ്ങൾക്കും പ്രസക്തിയുണ്ട്. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് മറ്റ് മതങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് വേറെ ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല. മറ്റ് പ്രവാചകന്മാർ നമ്മളോട് പറയുന്നതാണ് നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് പറയുന്നു. പക്ഷെ ഗുരു നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ കുട്ടിച്ചാത്തനിൽ വിശ്വസിച്ചാലും ഗുരു കത്തെഴുതി തരും കുട്ടിച്ചാത്തന്. നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ചാൽ ഗുരു പറയും ഞാൻ നിങ്ങളെക്കാളും മുമ്പിൽ ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഗുരു പറയും, വക്ക മൗലവി പറഞ്ഞു, ഈ കേരളത്തിൽ ആകപ്പാടെ ഒരു ജെനുവിൻ മുസ്ലിം ഉണ്ടായിരുന്നെങ്കിൽ അത് നാരായണ ഗുരു മാത്രമാണെന്ന് പറഞ്ഞു. വക്ക മൗലവി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വളരെ ഉറ്റ സുഹൃത്തായിരുന്നു. എല്ലാ ഞാൻ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അപ്പം എല്ലാ വിശ്വാസങ്ങളെയും ഗുരു ആദരിക്കുന്നു, അതിന് വഴിതെളിക്കുന്നു. നടരാജഗുരു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബുക്കിൽ, ഈ ശിവപ്രതിഷ്ഠ ചെയ്തപ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരു സംശയമുണ്ടായിരുന്നു. ഈ യുവ സന്യാസി ഇന്നലെ വരെ ശിവനൊരു വെറും മനുഷ്യനാണ്, ദൈവമല്ല, മനുഷ്യനാണ് എന്ന് നമ്മളോട് പറയുന്ന യുവ സന്യാസി ഇന്ന് പ്രതിഷ്ഠ ചെയ്യുകയാണ്. ഇത് ഒരു സംശയത്തോടു കൂടിയാണ് ജനങ്ങൾ നോക്കിയത്. പക്ഷെ അവർ അന്ന് മനസ്സിലാക്കിയത് ഗുരു എല്ലാവരുടെയും വിശ്വാസത്തിനെ ബഹുമാനിച്ചു, അതിന് വഴി തെളിച്ചു കൊടുത്തു. ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ബുദ്ധിസ്റ്റ് ആയാലും ശിവഭക്തനായാലും ഏത് ഭക്തനായാലും അദ്വൈതനായാലും ഏത് കുട്ടിച്ചാത്തനിൽ വിശ്വസിച്ചാലും ഗുരു ആ വിശ്വാസത്തിന് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരനും സുഖത്തിനായി വരയണം. ആ പ്രിൻസിപ്പിൾ അനുസൃതമായി ഏത് വിശ്വാസത്തിനെയും ഗുരു സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഗുരു പ്രശ്നവൽക്കരിക്കുന്ന, നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ മറ്റ് മതങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നാണ് ഗുരു നമ്മളോട് ചോദിക്കുന്നത്. അവിടെയാണ് സംഘർഷം ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഞാൻ സംസാരിക്കുമ്പം വേണമെങ്കിൽ അതിലേക്ക് അല്ലെങ്കിൽ ചോദ്യോത്തരത്തിലേക്ക് കുറച്ചുകൂടെ ആഴത്തിൽ പോകാം. ദശപഥ മാർഗം നമുക്ക് തരുന്നു, മറ്റു മതങ്ങളെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇന്ന് ഗാസയിൽ ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നാരായണ ഗുരു ഇല്ലാതെ പോയതുകൊണ്ടാണ്. കാരണം അവിടെയുള്ള യഹൂദർക്കും മുസ്ലിംസിനും മറ്റുള്ള മതങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ഗുരു ഇല്ലായിരുന്നു. അപ്പോൾ ഗുരുവിൻ്റെ സന്ദർശനത്തിൻ്റെ സൂക്ഷ്മമായി പറയുകയാണെങ്കിൽ അതിൻ്റെ സാരം അപരത്വത്തിൻ്റെ എതിരെയാണ് ഗുരു നിൽക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം എന്തായാലും, എന്നിൽ നിന്ന് വിപരീതമായാലും, അത് മതപരമായോ ജാതിപരമായോ രാഷ്ട്രീയപരമായോ, ഞാൻ ക്യാപിറ്റലിസ്റ്റും നിങ്ങൾ കമ്മ്യൂണിസ്റ്റും ആയിരിക്കാം,
എന്ത് വ്യത്യാസങ്ങൾ മനുഷ്യർക്കുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യൻ അപരനായി കാണരുത്. മനുഷ്യനാണെന്ന് മറക്കരുത്. ഇപ്പം എനിക്ക് മകനില്ല, 2 പെൺമക്കളേ ഉള്ളൂ, ഒരു മകൾ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ എനിക്കൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ മകനുമായിട്ട് എനിക്ക് വലിയ തോതിൽ ഒരു രാഷ്ട്രീയ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ദേഷ്യം വന്നാലും എന്തുമാത്രം ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാലും സംഘർഷമുണ്ടായാലും ഒരിക്കലും ഞാൻ ആ മകനെ എൻ്റെ മനസ്സിൽ അപരനാകില്ല. എന്നുവെച്ചാൽ എൻ്റെ മകനാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ സമുദായമാണ്, എൻ്റെ എല്ലാ മതമാണ്, എല്ലാം എൻ്റേതാണ്. എന്നാലും ഞാൻ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപരനാക്കാതെ എനിക്ക് ആ അഭിപ്രായ വ്യത്യാസം ഡീൽ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഗുരു ചോദിക്കുന്നത്, എല്ലാ മനുഷ്യരും ഇതുപോലെ സഹോദരന്മാരല്ലേ? സംഘർഷം ഒഴിവാക്കണ്ടേ? അപ്പോൾ ഈ അപരത്വത്തിനെതിരെ സംസാരിച്ച ഏറ്റവും വലിയൊരു പ്രവാചകനാണ് ഗുരു. അപരത്വം ഉണ്ടാക്കിയിട്ടാണ് സംഘർഷം ഉണ്ടാക്കുന്നത്, ശ്രേണീകരണം ഉണ്ടാക്കുന്നത്, കീഴാളുകൾ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കേൾക്കും, ശ്രീ ഡോക്ടർ ശ്യാംകുമാർ അമലും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈ ജാതി ഋഗ്വേദത്തിലുണ്ടാക്കി ഒരു കൂട്ടം മൃഗങ്ങളെയും ഒരു കൂട്ടം മനുഷ്യർക്കും ജാതി കൊടുക്കുന്നു, ബാക്കി നമ്മൾക്കെല്ലാം നമ്മളെ മൃതവസ്തുക്കളാക്കി മാറ്റുകയാണ്. നമുക്ക് ജന്മമില്ല. ജന്മം എന്താണെന്ന് ഋഗ്വേദത്തിൽ പറയുന്നില്ല. ജന്മമില്ലെങ്കിൽ ജീവനില്ല. നമ്മളെ ചൂഷണം ചെയ്യാൻ നമ്മളെ വസ്തുക്കളാക്കി മാറ്റുകയാണ്. നമ്മൾ അപരത്വത്തിൻ്റെ ഒരു എക്സ്ട്രീമാണത്. അപ്പോൾ അപരത്വം ഇല്ലാതാക്കണം എന്നുള്ളൊരു ഇതാണ്. അപ്പം മാനവധർമ്മം അപരത്വത്തിന് ഇല്ലാതാക്കാനുള്ളൊരു സ്ട്രാറ്റജിയാണ്, ഒരു അപ്രോച്ചാണ്, ഒരു മന്ത്രമാണ്. അപ്പം അത് നമ്മൾ ഉൾക്കൊണ്ട് അപരത്വത്തിനെതിരെയാണ് നമ്മൾ പോരാടുന്നത്. ഗുരു പോരാടിയത് അതാണ്. നമ്മൾ ഇന്ന് ഇന്ത്യയുടെ ആവശ്യം അപരത്വം ഇല്ലാതാക്കുകയാണ്. അപ്പോൾ അതിൽ അപരത്വത്തിനെ ഉണ്ടാക്കുന്ന വലിയ സങ്കല്പങ്ങൾ ജാതിയാണ്, വർണ്ണമാണ്, സമുദായമാണ്, മതമാണ്, ദൈവമാണ്. അപ്പം ഈ സങ്കല്പങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ എക്സാമിൻ ചെയ്ത് ഇവിടെയാണ് പ്രശ്നം, അതിന് അപരത്വം ഇല്ലാതെ നമ്മൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്നത്തെ ഉദ്ദേശം. ബുദ്ധിമുട്ടി ഇവിടെ വന്ന എല്ലാവരോടും ഞാൻ വളരെ വളരെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അനുഗ്രഹിക്കണം. അത് ഏറ്റവും നല്ല അനുഗ്രഹം തരുന്നത് നിങ്ങൾ ഈ ഐഡിയാസുമായിട്ട് എൻഗേജ് ചെയ്യണം, ചോദ്യങ്ങൾ ചോദിക്കണം, അഭിപ്രായം പറയണം. പക്ഷേ സർവോപരി ഗുരുവിനെ നേരിട്ട് വായിക്കണം. അതായിരിക്കും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. വളരെ നന്ദി. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.